ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ദിവസത്തിൽ 3 മണിക്കൂർ ഉറങ്ങിയുള്ളൂ ഈ 100 ദിവസത്തിൽ. ഇഷ്ടമാണ്, പക്ഷെ ഇങ്ങനെ വൃത്തികെട്ട റോളുകളൊന്നും എനിക്ക് ഇഷ്ടമില്ല. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ബാറിൽ പോയിരുന്നുണ്ട്. അതായത് സപ്ലൈസിന് ടിപ്പ് കിട്ടും. നമുക്ക് കിട്ടുന്ന ടിപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ഛർദ്ദിച്ചത് കോരിയ 10 രൂപ പറഞ്ഞത്. കാരണം എൻ്റെ അമ്മയ്ക്ക് അറിയാം ഞാൻ മണ്ടനാണ്. പിന്നെ 1.5 വർഷം കൂടി സമയമുണ്ട് ജിൻഡോ ചേട്ടനെ പോകാൻ വേണ്ടിയിട്ട്. എല്ലാവരും നമ്മളെ ഇങ്ങോട്ട് വന്ന് കണ്ടാണ് അവരൊക്കെയായിട്ട് ഇപ്പോഴും നല്ല സൗഹൃദം. ആ സമയത്ത് ഇങ്ങനെ കുറേ കമന്റുകൾ വന്നു. പക്ഷെ ഇനി ഇതിന്റെ അടിയിലും വരാൻ പോകുന്ന കമന്റുകാരുടെ ഒരു കാര്യം തീർച്ചയായിട്ടും പറയാം. ബാദുഷാ പ്രൊഡക്ഷൻസ് ഈ വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയിൽ 3 നായകന്മാരാണ്. അതിലൊരു നായകനായിട്ട് ജിൻഡോനെ ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിൽ പരം എന്ത് വേണം? എന്ത് വേണം? അല്ലല്ല, സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, വരുമ്പോ തന്നെ ബാദുക്ക ജിൻഡോ ചേട്ടന് ഇത്രയും ജെന്യൂൻ ആയിട്ട്, അതായത് നമുക്ക് ജെന്യൂൻ ആയിട്ട് ആൾക്കാരെ കിട്ടുന്നത് വളരെ വളരെ റെയർ ആണ്. അപ്പൊ ഇത്രയും ജെന്യൂൻ ആയിട്ട് നിൽക്കുന്ന ഇല്ല, അയ്യോ ഇവിടുന്ന് വരത്തരുത്, ഇല്ല ഇവിടുന്ന് വരത്തരുത്. ഭയങ്കര എന്താ പറയാ, ഗോഡ് ഫാദർ ആയിട്ട് ഭയങ്കര 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 സന്തോഷവും. എന്താ എഴുതിയേക്കുന്ന ദീപു എന്ന് പറയുന്ന ഒരു പുതിയ റൈറ്ററാണ്. അത് ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ്. സാധാരണക്കാരിൽ നിന്ന് വന്ന് അവനൊരു സബ്ജക്റ്റ് വന്ന് നമ്മളോട് പറയുകയും അതെനിക്ക് ഇഷ്ടപ്പെടുകയും അത് ഞാൻ അപ്പൊ തന്നെ എൻ്റെ അടുത്തൊരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഇന്ദിര എന്ന് പറഞ്ഞ സിനിമ ഇപ്പൊ റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു പടമുണ്ട്. ഓഗസ്റ്റിൽ ഇറങ്ങുവാണ് ആ പടം. ആശാശരത്തൊക്കെ അഭിനയിച്ച പടം. വിനു വിജയ് എന്നാണ് ഡയറക്ടറുടെ പേര്. അവൻ എന്നോട് വന്ന് എനിക്കൊരു സബ്ജക്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും അധികം അവനെടുത്ത സബ്ജക്ട് ഫുൾ ഹ്യൂമറിൽ പോകുന്ന ഒരു സബ്ജക്ട്. അപ്പൊ വിനു വിജയ് ഡയറക്ട് ചെയ്ത് ഇവർ 3 പേരായിരിക്കും. മറ്റുള്ളവരുടെ പേരുകൾ ഞങ്ങൾ പുറകെ അറിയിക്കും. അപ്പൊ ജിൻഡോ ചേട്ടാ, കൺഗ്രാറ്റ്സ്. നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് ഒരു ഇത്രയും വലിയൊരു പ്രൊഡക്ഷന്റെ ബാനറിൽ കാലുവെക്കാൻ പോവാണ്. അതായിരുന്നു വലിയ സങ്കടം. അതായത് റെക്കഗ്നൈസ് ചെയ്തില്ല, അല്ലെങ്കിൽ ആരെടുത്തും കാണിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമായിരുന്നു. അപ്പൊ അത് മാറിയില്ലേ? അപ്പൊ ഞങ്ങള് ഈഗോ ടോക്സിലൂടെ ആ ഒരു വിഷമം നമ്മൾ മാറ്റി. അഭിനയിക്കാന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. എല്ലാ ഇത്രയും കോൺഫിഡൻസ് ഇല്ലല്ലേ ഇനി അഭിനയിക്കാനാണോ? ഇനി എന്തിനും ലാലേട്ടന് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണോ അഭിനയം? ഒരു ആർട്ടിസ്റ്റ് ഭയങ്കര ആണോ? എന്താ പറഞ്ഞെ? അതൊക്കെ കേൾക്കട്ടെ ഞങ്ങക്ക്. ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ ചാനലിന് വേണ്ടി ആദ്യമായിട്ട് ശരി. ഈ എക്സൈറ്റ്മെന്റിൽ ആരോട് അമ്മ കഴിഞ്ഞു കഴിഞ്ഞാല് അടുത്ത ആ ഒരു സ്പെഷ്യൽ പേഴ്സൺ ആരാണ് നമുക്ക് വിളിച്ചറിയിക്കുന്നത്? ഇതൊന്നും പറയണ്ടേ? ആരെങ്കിലും പറയണ്ടേ? അതാണ് സ്പെഷ്യൽ പേഴ്സൺ. ചങ്കിനോടൊന്നും പറയണ്ടേ നമുക്ക്? എന്തായിരിക്കും പുള്ളിക്കാരുടെ റിയാക്ഷൻ? എന്തായിരിക്കും? എനി ഗസ്സസ്? ചേച്ചിക്ക് അങ്ങനെ ഇഷ്ടമൊന്നുമില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. അത് കൊള്ളാലോ, പോണ്ടാന്ന് പറഞ്ഞോ? എന്താ പറയണ റീസൺ എന്താ? പോണ്ടാന്ന് പറഞ്ഞ കാരണം എന്താ? മീഡിയ ഒന്നും US ലാണോ? മലയാളി അല്ലേ? നാട്ടിലെവിടെയാ? തൃശ്ശൂർ. ഓ, അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് തൃശ്ശൂരിന്റെ കഥ പറയണത്. എത്ര വർഷമായി? കുറെ വർഷമായോ പ്രണയം? 3 വർഷത്തെ പ്രണയമായിരുന്നു. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ ജീവിതസഖി ആവാൻ പോകുന്ന ആളാണ്. അപ്പൊ അയാളെ നമുക്കൊന്ന് വിളിച്ച് പറഞ്ഞാലോ? വിളിക്കണം. പിന്നെ വിളിക്കല്ലേ? വിളിക്കാം. നമുക്ക് ആരെങ്കിലും ഒക്കെ പറയും, വിളിക്കുന്നു പറയും. വിളിക്കല്ലേ? ഒന്ന് വിളിച്ചോൾക്ക്. അതെ, നമ്മുടെ ബാദുക്ക പ്രൊഡക്ഷനിലെ ഒരു ഫിലിമിലെ നായകനായിട്ട് കിട്ടിയത്. എക്സൈറ്റ്മെന്റ് ഇല്ല എനിക്ക്. നായകനാവാന്ന് അല്ല, ഇച്ചേന്റെ പ്രൊഫഷണൽ അല്ലേ, അപ്പൊ പിന്നെ ഇച്ചേൻ ചൂസ് ചെയ്തോളൂ.
ആണോ? നല്ല സിനിമയിലും എടുത്തോളൂ കേട്ടോ. ബാധിക്കട നല്ല സിനിമയൊന്നും ബാധിക്ക് നല്ല പടം എടുക്കാറുള്ളോ? ഞാൻ ബാധിക്ക് വേണ്ടി കൊടുക്കാം. നീ ചോദിക്ക്, നല്ല പടമാണെന്ന് ചോദിക്കും. കെട്ടാൻ പണാളാ. ഹലോ, നമസ്കാരം. നമസ്കാരം, ഞാൻ ബാദുഷാണ്. സിനിമകൾ കാണാറില്ലേ? ആളെങ്ങനെ അറിയില്ല. അതെല്ലേ? കാരണം ജോലി ആയതുകൊണ്ട് ജോലിയും മോളൊക്കെ ഉള്ളത് കൊണ്ട് ലൈഫ് ഈസ് സോ ബിസി. ഓ, അങ്ങനെയാണ്. സമയം കിട്ടുമ്പോൾ നമ്മൾ ചെയ്ത സിനിമകളൊക്കെ ഒന്ന് കണ്ടോളൂ. ഒന്ന് വോയിസ് ഓഫ് സത്യനാഥൻ, ദിലീപിൻ്റെ പടം, പിന്നെ വെടിക്കെട്ട്, പിന്നെ ഇപ്പോൾ ഒരെണ്ണം റിലീസാകാൻ പോകുന്ന റേച്ചൽ എന്ന് പറഞ്ഞ സിനിമ. ഇതൊക്കെ ഞാൻ കേട്ടിട്ടും കൂടെ ഇല്ല. സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. ഞാൻ കാണാറുള്ള പഴയ പണ്ടത്തെ സിനിമകളൊക്കെ ഞാൻ കാണാറ്. അതെല്ലേ? വെടിക്കെട്ടൊക്കെ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു ഉത്സവം ബേസ് ചെയ്തിട്ടൊരു സിനിമയുണ്ട്. ബിബിൻ ജോർജ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചെയ്തിരിക്കുന്ന ഒരു പടമാണ്. ഞാൻ അങ്ങനെ കാണല് കുറവ്. ജിൻഡോ പണ്ട് അഭിനയിച്ച ഒരു പടമുണ്ട്, ഉടുമ്പ് എന്ന് പറഞ്ഞ സിനിമ. അത് കണ്ടിട്ടുണ്ടോ? അത് കണ്ടിട്ടുണ്ട്. അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ഞാനാണ്. അയ്യോ, ഞാൻ അതിനകത്ത് കണ്ടായിരുന്നു. ഡാൻസ് കളിക്കുന്ന കണ്ടായിരുന്നു, അല്ലാതെ വേറൊന്നും കണ്ടില്ല. ശരി ശരി. ഏതായാലും ജിൻഡോക്ക് ഞങ്ങളൊരു സിനിമ കൊടുത്തിട്ടുണ്ട്. ഈ വർഷം തന്നെ ഷൂട്ട് നടക്കുന്ന ഒരു സിനിമയാണ്. നല്ല എന്തായാലും 1.5 വർഷത്തിന് മുൻപ് നിങ്ങൾ ചേട്ടൻ ഷൂട്ട് ചെയ്തോ, അല്ലെങ്കിൽ ഞാൻ എന്റെ കെട്ടിയാനെ അമേരിക്കയിലേക്ക് കൊണ്ടുവരും. വേണ്ട വേണ്ട വേണ്ട, അതിനു മുമ്പ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് വിട്ടല്ലോ. ഇവിടെ ബിസി ആയി അമേരിക്ക കൊണ്ടുപോകാൻ പറ്റില്ല. അമേരിക്കയില് പോരുന്നതിന് കുഴപ്പമില്ല, അമേരിക്കയില് പോരുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിലോട്ട് വിടത്തില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. അമേരിക്ക വന്നാൽ ഇപ്പൊ ബാബു ആന്റണി ഒക്കെ അമേരിക്ക എന്ന് വന്നിട്ടാണ് ഇവിടെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. മമത അമേരിക്ക എന്ന് വന്നിട്ടാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. മമത മോഹൻദാസ് അമേരിക്ക എന്ന് വന്നാണ് ഇവിടെ വന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവരൊക്കെ അമേരിക്ക സിറ്റീസണായിട്ട് അവിടെ നിന്ന് ഇവിടെ വന്ന് അഭിനയിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ജിൻഡോനെ അങ്ങനെ തന്നെ ആക്കിയാൽ മതി, കുഴപ്പമില്ല കേട്ടോ. വെരി ഗുഡ്. അതേതായാലും നന്നായി. പിടിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ്. ഞാൻ കൊടുക്കാം, ജിൻഡോക്ക് കൊടുക്കാം. ആങ്കറാണ് കുട്ടിയുണ്ട്, കുട്ടിക്ക് എന്താ ചോദിക്കേണ്ടത്? അപ്പൊ ചേച്ചി ഹായ്. ഹലോ, ജിൻഡോ ചേട്ടനെ കൊണ്ടുപോവാണോ? അപ്പോ ജിൻഡോ ചേട്ടനെ ഇപ്പൊ കൊണ്ടുപോകുന്നില്ല, ഫയൽ ചെയ്ത് വരുമ്പോഴേക്കും 1.5 വർഷം എടുക്കും. 1.5 വർഷം സമയമുണ്ട്. കാരണം ഞാൻ സിറ്റിസൺ ആയതുകൊണ്ട് ടൈം എടുക്കും. ആണല്ലേ? അപ്പൊ ചേട്ടന് പോവാണോ? ഒരുപാട് എന്താണ്? ഒന്നുമില്ല, ഞാൻ ചേട്ടനോട് ചോദിച്ചു. ജിൻഡോ ചേട്ടൻ പറയേണ്ടി വരുന്നില്ല അത്. ഞാൻ കണ്ടിട്ടില്ല, ജിൻഡോ അഭിനയിച്ച സിനിമകളൊക്കെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. ചേച്ചി ഇനി കാണണം, ഇഷ്ടംപോലെ സമയമുണ്ട്. അല്ല, ഞാൻ ആക്ച്വലി എനിക്ക് അങ്ങനെ എന്താ പറയുന്നേ, എനിക്ക് ആക്ച്വലി ഇങ്ങനെ റോളൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഇങ്ങനെ വൃത്തികെട്ട റോളുകളൊന്നും എനിക്ക് ഇഷ്ടമില്ല. അതെന്താ ഈ വൃത്തികെട്ട റോള്? വൃത്തികെട്ട റോളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായാലും എനിക്ക് ഞാൻ ആക്ച്വലി ഒരു നാടൻ ചിന്തയ്ക്ക് അറിയാൻ നന്നായിട്ട് നാടൻ രീതിയിൽ വളർന്ന ഒരാളായത് കൊണ്ട് ആ നാടൻ ഇത് നാടൻ കഥാപാത്രമാണെന്നാണ് ബാധക്ക് പറയുന്നത്. ഇത് ഭയങ്കര നാടൻ നായകനാണെന്നാ പറയുന്നത്. അപ്പൊ ഓക്കെ അല്ലേ? ഈ വേറെ നായികമാരുടെ കൂടെയൊക്കെ ജിൻഡോ ചേട്ടൻ റൊമാൻസ് സീൻസിലൊക്കെ അഭിനയിക്കുന്നൊക്കെ ചേച്ചിക്ക് ഇഷ്ടമില്ല അല്ലെ? ബുദ്ധിമുട്ടുണ്ടോ? അല്ല ജിൻഡോ ചേട്ടാ, ഞാനാണ് ചോദിച്ചത്. ഞങ്ങൾക്കൊക്കെ ഇവിടെ എല്ലാവരും ഇപ്പൊ ജിൻഡോ ചേട്ടന്റെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കല്ലേ. അപ്പൊ നമുക്കൊക്കെ ഒരു ആഗ്രഹം, എന്താണ് ചേച്ചിക്ക് എന്താ പറയാ, ചേച്ചി എങ്ങനെയാ, ഭയങ്കര സപ്പോർട്ടീവ് പാർട്ണർ ആണോ, ഈ റൊമാൻസ് ഒക്കെ ചെയ്തതിലൊക്കെ എതിർപ്പുണ്ടോ എന്നൊക്കെ അറിയാനൊരു ആഗ്രഹം.
അല്ല എനിക്ക് ആക്ച്വലി എനിക്ക് പണ്ടൊക്കെ എനിക്ക് ദേഷ്യമായിരുന്നു ചായൻ ഇങ്ങനെ റൊമാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം എല്ലാ സിനിമാ നടന്മാരും ചെയ്യുന്ന പോലത്തെ റൊമാൻസ് ആണെങ്കിൽ ഇത് കുഴപ്പമില്ല. ഇത് കുറച്ചും കൂടി കൂടുതലായിപ്പോയി. ഏതിലെ കൂടുതൽ ഇത് ആക്ച്വലി എനിക്ക് അറിയത്തില്ല ഏത് സിനിമയിലാ കണ്ടിരുന്ന വെള്ള ഡ്രസ് ഇട്ടത് വെള്ള ഡ്രസ് ഇട്ടർ ഏതോ സിനിമയില് കൂടുതൽ റൊമാൻസ് ചെയ്തിട്ടുണ്ട് ജിൻഡോ ചേട്ടൻ. ഏതിലായിരുന്നു അത്? എനിക്കറിയില്ല. പൊന്നു മോളെ എനിക്കൊരു 3 അമ്മ അതിന്റെയും കൂടി ലൈഫ് നോക്കിട്ടെ. ശരി ചേച്ചി വളരെ നമ്മൾ ആക്ച്വലി നല്ല മൂവികളാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല, എനിക്കിഷ്ടാണ്. എനിക്കതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഈ വൃത്തികെട്ട മൂവികളൊക്കെ എനിക്ക് അഭിനയിക്കുന്ന കാര്യത്തില് എനിക്ക് ഞാൻ പിറകോട്ട. അപ്പൊ എന്തായാലും ഇപ്പൊ നടക്കാൻ പോവല്ലേ സെപ്റ്റംബറിലല്ലേ? സെപ്റ്റംബർ 16-നാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കണേ. 16-ന് ഇവിടുന്ന് കേറും. ഒക്ടോബർ 7-ന് അവിടുന്ന് തിരിച്ചു. ഡേറ്റ് വരെ ഇവിടെ ഫിക്സ്ഡ് ആണ്, ഞങ്ങളാണോ ഒന്നും അറിയാത്തത്. ശരി, ഓക്കെ, ശരി. നമ്മള് അതിനകത്ത് മാറ്റങ്ങൾ എപ്പോഴാണെങ്കിലും സംഭവിക്കാം. ആഗസ്റ്റ് മാസത്തിലേക്ക് ചിലപ്പോ മാറും. ശരി, അപ്പൊ എന്തായാലും കല്യാണത്തിന് ഞങ്ങളൊക്കെ വിളിക്കുന്നു വിചാരിക്കുന്നു അല്ലേ? കേരളം മൊത്തം അത് കേരളം മൊത്തം ഉണ്ടാവും. ഞാനല്ല, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ചേട്ടൻ തന്നെയാണ്. സ്വീറ്റ് ഹസ്ബൻഡ് ആണ്. ജിന്റെ ചേട്ടൻ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ തുടുത്തു, കവളൊക്കെ തുടുത്തു, ബ്ലഷൊക്കെ ചെയ്തിട്ട് രോമാഞ്ചൊക്കെ വരുന്നുണ്ട്. അത് എനിക്ക് അറിയില്ല. അത് ഇപ്പോഴും രോമാഞ്ചുണ്ട്, ഇപ്പോഴും പേടിക്കണ്ട. എപ്പോഴും രോമാഞ്ചം, എപ്പോഴും രോമാഞ്ചം, എപ്പോഴും തുടിപ്പ് ആക്ക്. എന്ത് ചെയ്യാൻ പറ്റും? അല്ല ചെയ്യത് പറയും. ശരി, എന്നാ വെച്ചേക്കില്ല ഒന്നുമില്ലടി വെച്ചേക്കടി. വാ വെച്ച ഇല്ല, പുറത്തോട്ട് ഇറങ്ങുന്നോ ദൈവമേ. വിളിക്കാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ. ബിഗ് ബോസ് ഇറങ്ങിയ ശേഷം ഇപ്പൊ എല്ലാവരെയും കണ്ടപ്പോ ഫസ്റ്റ് ഉള്ളൊരു ഫേസിൽ വന്നൊരു എക്സ്പ്രഷൻ ഞങ്ങൾക്ക് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണിക്കാമോ? അതായത് ആ കപ്പ് കിട്ടി പുറത്തിറങ്ങി എല്ലാവരെയും കണ്ടപ്പോ എന്തായിരുന്നു ആ മുഖഭാവം ഒന്ന് ക്യാമറയിൽ കാണിച്ചു കൊടുക്കും. ഒരു തൃപ്തി. കാരണം നമ്മളൊരു ഒരു പരിധി വരെ കൊടുത്തു, അതിന്റെ മാക്സിമം അവരിങ്ങോട്ട് തിരിച്ചു വന്നു, ജനങ്ങളുള്ള തിരിച്ചു വന്നു. അപ്പൊ ജനങ്ങളോട് എന്താ കാണിക്കാനുള്ള കപ്പ് കാണിച്ചിട്ട്, നിങ്ങളുടെ കപ്പാണത്, നിങ്ങളുടെ കപ്പാണ്. ഞാൻ കപ്പ് കിട്ടിയപ്പോൾ ഒരിക്കലും മുകളിലേക്ക് പൊക്കി ഉയർത്തിയില്ല, ഞാൻ താഴേക്ക് ഇരിക്കുക. ഇപ്പോ കുറച്ച് ദിവസം മുന്നേ നമ്മളെല്ലാവരും റീൽസിലൊക്കെ ഭയങ്കര വൈറലായിട്ട് നോറയുടെ ഒരു മറുപടി കേട്ടായിരുന്നു. അപ്പോൾ ഏത് മീഡിയ പേജാണ് ഞാൻ പറയുന്നില്ല, ഒരു മീഡിയ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ചോദ്യം ഇതായിരുന്നു, ജിൻഡോക്ക് കപ്പ് കിട്ടിയതിനെ കുറിച്ച് നോറയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അപ്പം നോറ എടുത്ത വഴിക്ക് റിപ്ലൈ കൊടുത്തത് PR വർക്കൊക്കെ നന്നായിട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ ജിൻഡോ ചേട്ടൻ ജയിച്ചത് PR വർക്ക് കൊണ്ട് മാത്രമാണെന്നുള്ളൊരു തോട്ട്, അത് എന്തിൻ്റെ പുറത്താണെങ്കിലും ഒരു തോട്ട് അല്ലെങ്കിൽ ഒരു ടോക്ക് എല്ലാവരുടെ അടുത്തും ഉണ്ടായിരുന്നു. എന്താണ് ജിൻഡോ ചേട്ടൻ അതിന് കൊടുക്കാനുള്ള ഒരു മറുപടി? കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കണം ചേട്ടൻ എന്താണ് പറയാനുള്ളതെന്ന്. ഇപ്പം നമ്മുടെ അവിടെ വന്ന് കയറിയേക്കണ എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ് അല്ലേ? ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എല്ലാം ഉണ്ട്, എല്ലാം ഉള്ള ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും ഓരോരുത്തരെ നമ്മുടെ ഫ്രണ്ട്സിനെ അവരാരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരാളെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ PR അല്ല, അത് എൻ്റെ ഫ്രണ്ട്സാണ്, മനസ്സിലായി? അത് ഹാൻഡിൽ ഏൽപ്പിക്കണം. കാരണം എന്നാലുള്ള എൻ്റെ സാധനം അത് ഞാൻ മാത്രമല്ല, അവിടെ വന്നേക്കണ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും, മനസ്സിലായി പറഞ്ഞത്. പിന്നെ എനിക്ക് PR നടന്നേക്കണം എങ്ങനെയാണെന്ന് അറിയുമോ? ഇപ്പം തനിക്ക് എൻ്റെ അവിടെ ഉള്ള ഗെയിമും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടാന്ന് വെച്ചോ, എക്സാമ്പിൾ ഇഷ്ടപ്പെടാണെങ്കിൽ താൻ 10 പേരോട് പറയണം, അതെ ജിൻഡപ്പം നല്ല കേട്ടോ, നമ്മുടെ ഫ്രണ്ട് ആട്ടോ, വോട്ട് ചെയ്യണം കേട്ടോ. അതാണ് എൻ്റെ ഏറ്റവും വലിയ PR. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ദിവസത്തിൽ 3 മണിക്കൂർ ഉറങ്ങുകയുള്ളൂ ഈ 100 ദിവസത്തിൽ. ഉറക്കം വരാഞ്ഞിട്ടാണ്? അല്ല, രാത്രി കിടന്ന് 3 മണിക്കൂർ ഉറങ്ങുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കും പിറ്റേ ദിവസം രാവിലെ എന്ത് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ ഒറ്റയടിക്ക് ഒറ്റ മുകളിലേക്ക് കയറാൻ ശ്രമിക്കാൻ പറ്റില്ല, നടക്കില്ല. കാരണം നമ്മൾ കേരളീയ ജനം എല്ലാവരും ചോറുണ്ണ, അവർക്ക് എല്ലാവർക്കും നല്ല ബോധമുണ്ട് എന്താണ് ഗെയിം. ഒരു PR-ഉം നടക്കൂല അവിടെ. അതെ. അപ്പോൾ ബിഗ് ബോസ് ഉള്ളിലെ വിശേഷങ്ങളിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടി ആൾക്കാർക്ക് കേൾക്കാൻ താല്പര്യം, അതായത് ജിൻഡോ ചേട്ടൻ്റെ ഒരു പേഴ്സണൽ ലൈഫിനെ കുറിച്ചോ അല്ലെങ്കിൽ എങ്ങനെ ബിഗ് ബോസിലോട്ട് എത്തി, അതായത് ആ ചെറുപ്പം തൊട്ട് ഇത്രയും ദിവസമുള്ളൊരു ജേർണി അതെങ്ങനെയാണെന്നുള്ളത് കേൾക്കാൻ
എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എനിക്കും സത്യം പറഞ്ഞാൽ വളരെയധികം ആഗ്രഹമുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞു ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് ആവാൻ പറ്റിയില്ല. എന്തായിരുന്നു ആ സാഹചര്യങ്ങൾ? അത് നമ്മൾ ചെറുപ്പം മുതൽ എൻ്റെ വീട്ടിൽ നല്ല ദാരിദ്ര്യമായിട്ട് വളർന്ന ആളാണ് ഞാൻ. ഒരു 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ മുതലൊക്കെ ഞാൻ ജോലിക്കൊക്കെ നടക്കണ വീടുകളിൽ എന്തെങ്കിലുമൊക്കെ മാർബിളിൻ്റെ ടൈലിൻ്റെ വർക്കിന് നടക്കും. അങ്ങനെ പിന്നെ റൂബിക്ക് കച്ചവടം, കപ്പലിൻ്റെ കച്ചവടം, അങ്ങനെ ഇല്ലാത്ത ഞാൻ ചെയ്യാത്ത പണിയില്ല, എല്ലാ പണിയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഒരു 2 മാസം വെക്കേഷൻ കിട്ടില്ലേ, 2 മാസം വെക്കേഷൻ കിട്ടുമ്പോൾ ഒരു ബാറിൽ പോയിരുന്നുണ്ട്. ബാറിൽ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പാവർട്ടിയിൽ, പേരറിയില്ല എനിക്ക്. അല്ല, ഏത് പ്രായത്തിലായിരുന്നു? 9ൽ പഠിക്കുമ്പോൾ 9ൽ പഠിക്കും. അപ്പോൾ 2 മാസം അവിടെ പോയി നിന്നു. അവിടെ പോയി നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ പോണത് തന്നെ ക്ലീൻ ബോയ് ആയിട്ടാണ്, പാത്രം കഴുകാനാണ് പോണത്. പാത്രം കഴുകാൻ അപ്പോൾ ഒരു കുന്ന് പാത്രം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർക്ക് ടിപ്പ് കിട്ടുമല്ലോ, മറ്റേ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ടിപ്പ് എന്താണെന്ന് അറിയുമോ? അതായത് സപ്ലൈസിന് ടിപ്പ് കിട്ടും. നമുക്ക് കിട്ടുന്ന ടിപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ഛർദ്ദിച്ചത് കോരിയ 10 രൂപ കിട്ടും. മനസ്സിലായി പറഞ്ഞു? അപ്പോൾ നമ്മൾ പാത്രം കഴിക്കുന്ന സമയത്ത് എടാ ഛർദ്ദിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറയും. നമ്മൾ വേസ്റ്റ് നമുക്ക് ഒരു 10 രൂപ കിട്ടും. പക്ഷെ അന്ന് ഞാൻ 10 പേര് ഛർദ്ദിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, 100 കിട്ടും. അപ്പോൾ നമ്മുടെ ആ ലെവൽ അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോഴും നമ്മൾ ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ അന്നത്തെ ആ കുഞ്ഞു പ്രായം നമ്മുടെ വീടിന് വേണ്ടി നമുക്ക് കഷ്ടപ്പെടണം, കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടണം, അങ്ങനത്തെ ഒരു ചിന്തയായിരുന്നു 9ൽ പഠിക്കുമ്പോഴും. പിന്നെയും എന്താ പറയുക, 9ാം ക്ലാസ് ജയിച്ചു കഴിഞ്ഞപ്പോഴും അമ്മയ്ക്കായിരുന്നു കൂടുതലും ആഗ്രഹം. അപ്പോൾ ആവശ്യത്തിന് പഠിത്തം നിർത്താമെന്ന് വിചാരിച്ചു, കാരണം ബാറിൽ സ്ഥിരാക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ആക്കിയില്ല. അമ്മ ഓർമ്മ മോനില്ല, പഠിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നാണ് വീണ്ടും പഠിക്കുന്നത്. മനസ്സിലായോ? പിന്നെ അത് കഴിഞ്ഞ് മാർബിളിൻ്റെ ടൈലിൻ്റെ ഒക്കെ വർക്ക് ഉണ്ടായിരുന്നു സ്കൂള് പഠിത്തത്തിനോടൊപ്പം തന്നെ. ഞാൻ വർക്കിന് പോയിരുന്നു. ഞാനൊരു വലിയ പ്രായമില്ലാത്ത സമയത്ത് തന്നെ ഞാൻ സ്വന്തം കോൺട്രാക്ട് വർക്ക് എടുക്കാൻ തുടങ്ങി. മാർബിളിന് സ്വന്തം വർക്ക് എടുക്കാൻ തുടങ്ങി. സ്വന്തം പണി പഠിച്ചപ്പോൾ തുടങ്ങി. സ്വന്തം പണി പൂർത്തീകരിച്ച് ഞാൻ പഠിച്ചിട്ടില്ല, അതിക്ക് മുമ്പ് തന്നെ ഞാൻ കോൺട്രാക്ട് എടുക്കാൻ തുടങ്ങി. ബിസിനസ്സോട് കുറച്ച് താല്പര്യം കൂടുതലാണ്. അപ്പോൾ പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ടർമാരാണ് രാജാക്കന്മാർ. മനസ്സിലായി പറഞ്ഞു? അത് നമുക്ക് കാലകാലിച്ച് പണി ഇടിപ്പിക്കാൻ പറ്റും. ഇന്നത്തെ കാലത്ത് നമ്മൾ പണിക്കാരാണ് രാജാക്കന്മാർ. കോൺട്രാക്ടർമാരോട് നമ്മൾ ഒന്ന് നീ അത് ചെയ്യടാന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം വീട്ടിൽ പോകും പണിക്കാർ. മനസ്സിലായോ? അപ്പോൾ അവർക്ക് വേറെ ഇഷ്ടം പോലെ ജോലിയുണ്ട് പണിക്കാർ. അപ്പോൾ ഞാൻ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴേക്ക് തന്നെ ഞാൻ ജിമ്മ് തുടങ്ങിയായിരുന്നു. ജിമ്മിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 4ാം ക്ലാസ്സിൽ മുതൽ കരാട്ടെ ക്ലാസ്സിൽ പോയി തുടങ്ങിയതാണ്. അങ്ങനെയാണ് ആ ഒരു ജിം എന്നുള്ള ഇതിലേക്ക്. 4 കരാട്ടെ ക്ലാസ്സിൽ കഴിഞ്ഞിട്ട് ഒരു 9ൽ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് എടുത്തു. പിന്നെ കുൻഫു ബ്ലാക്ക് ബെൽറ്റ് എടുത്തു. പിന്നെ അപ്പം തന്നെ ഞാൻ പിള്ളേരെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴും കൂടുതൽ നമ്മൾ ചെറുപ്പം മുതലേ മാഷേ എന്നുള്ള വിളി നമ്മൾ കേൾക്കണം. അപ്പോൾ അത് നമ്മൾ മനസ്സിൽ എപ്പോഴും നമ്മളിങ്ങനെ ഇഷ്ടമായി തുടങ്ങി അതിനോട്. മാസ്റ്റർ എന്നുള്ള വിളി നമുക്ക് എപ്പോഴും രസമല്ലേ. പിന്നെ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ബൈക്കിൽ നിന്ന് വീണിട്ട് ശരിക്കും പറഞ്ഞാൽ തവിട് ഓടി. കാരണം 2 കൈയും പൊങ്ങാൻ പറ്റാത്ത അവസ്ഥയായി, അത്രയും അവസ്ഥയായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്നോട് ഇങ്ങനെ പറഞ്ഞു, മോനെ ഇനിയും വർക്കൗട്ടൊന്നും ചെയ്യരുത്, ഇനിയും അങ്ങനത്തെ പണികളൊന്നും എടുക്കരുത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ജിമ്മിലൊക്കെ പോയി പഠിപ്പിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ആൾക്കാരൊക്കെ ചെയ്യാനാകുമ്പോൾ നമുക്ക് കൊതിയാവുമല്ലോ. അപ്പോൾ നമ്മൾ ചുമ്മാ ലാറ്റ്പുള്ളിയൊക്കെ ഒന്ന് വലിച്ചു നോക്കും, അങ്ങനെ വലിച്ചു നോക്കും, ഇങ്ങനെ വലിച്ചു നോക്കും. പിന്നീട് ഇങ്ങനെ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റാൻ ഡോക്ടർ പിന്നെ ഞാൻ വിളിച്ചു നോക്കുമ്പോൾ ഡോക്ടർ ഇല്ല ചെയ്ത് കൈക്ക് പ്രശ്നം, കൈ കുട ഇറങ്ങിപ്പോവും, അങ്ങനെ. പിന്നെ ഞാൻ ഇങ്ങനെ പയ്യെ ചെയ്തോണ്ട് ശരിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സൗത്ത് ഇന്ത്യ അടിച്ചു. സൗത്ത് ഇന്ത്യ ഗോൾഡ് വന്നു എനിക്ക് ആ ആക്സിഡന്റിന് ശേഷം. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ആ സന്തോഷത്തിൽ ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു ഇല്ല, അപ്പോൾ തന്നെ കിട്ടി. ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ അന്ന് പത്രത്തിലൊക്കെ ഫോട്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ ഞാനിങ്ങനെ സൗത്ത് ഇന്ത്യ മെഡൽ വന്നു, ഗോൾഡ് മെഡൽ വന്നു, കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് സാറേ ഇപ്പോൾ പത്രത്തിൽ ഫോട്ടോ ഉണ്ട്, ഡോക്ടർ ഒന്ന് നോക്കാമെന്ന് വെച്ചു. അപ്പോൾ അപ്പോൾ തന്നെ നേഴ്സിനെ വിളിച്ചിട്ട് പത്രം മേടിച്ചു, പുള്ളി നോക്കി. അപ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്കൊരു കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞു. എന്താ എന്ന് വെച്ചാൽ, ഡോക്ടർ ഇങ്ങനെ ആരെയും തളർത്തരുത്, അത് മാനസികമായിട്ട് നമുക്കൊരാളെ ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെങ്കിൽ അവരൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് തളർത്തരുതെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ആ ഡോക്ടർ എന്താ പറയുന്നത് അറിയോ, താനൊന്ന് പോടോ എന്ന് പറഞ്ഞാൽ ഫോൺ വെച്ചിട്ട് പോയി. മനസ്സിലായോ? അപ്പോൾ തന്നെ. പക്ഷെ അത് തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അതായത് തന്നോട് ആരൊക്കെ താൻ പോടോ എന്ന് പറയുന്നത് തിരിച്ച് പറയാൻ നമ്മൾ പഠിക്കണം. അപ്പോൾ ആ ഒരു സമയത്തൊട്ട് തന്നെ മണ്ടനാണ് അല്ലെങ്കിൽ പുച്ഛിച്ച് തള്ളുന്ന ഒരു കഥാപാത്രമായിട്ട് കുറേ പ്രാവശ്യം എപ്പിസോഡ്സ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തന്നെ കേട്ടു കുറേ എണ്ണം. ബിഗ് ബോസിൽ വന്നപ്പോഴും അതെ, മണ്ടൻ എന്നൊരു വാക്ക് അതെങ്ങനെയാണ് ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ പറയാൻ പറ്റുന്നതെന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും ആലോചിച്ച് മനസ്സിലായിട്ടില്ല ആ ഒരു സൈക്കോളജി എന്താണെന്ന്. പക്ഷെ എന്നാൽ പോലും അങ്ങനത്തെ ഒരു സംഭവം ഇത്രയും പബ്ലിക്കായിട്ട് ഇത്രയും പേരുടെ മുന്നിൽ അത് ഫേസ് ചെയ്തു.
സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള കാര്യം. അപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ നിന്നിട്ട് ഇപ്പോൾ വന്നു കപ്പായിട്ട് ഇരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴും ആരായിരുന്നു എല്ലാ പ്രാവശ്യവും ലൈഫിൽ കൂടെ നിന്നിട്ടുള്ളത്? അതായത് മോനെ നിന്നെ കൊണ്ട് പറ്റും, അമ്മയാണോ അച്ഛനാണോ സുഹൃത്തുക്കളാണോ, ആരാണ് ഏറ്റവും കൂടുതൽ ജിൻഡോ ചേട്ടനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഇമോഷണലി? തീർച്ചയായിട്ടും അമ്മയാണ്. അമ്മയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ മണ്ടെന്ന് ടാഗ് കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് വന്നിട്ട് ക്യാമറ വന്ന് നോക്കി കരഞ്ഞു. പറഞ്ഞു. കാരണം എൻ്റെ അമ്മയ്ക്ക് അറിയാം ഞാൻ മണ്ടനിൽ നിന്ന്. കാരണം ഞാൻ ആരാന്നുള്ളത് എൻ്റെ അമ്മയ്ക്കറിയാം. കാരണം അതൊരു ഫീലാണ്. പക്ഷെ എനിക്ക് ഇനിയും പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് ഇനി നടത്തുമ്പോൾ അടുത്ത സീസൺ മുതലെന്ന് വെച്ചാൽ ഈ മണ്ടൻ ടാഗ് എന്ന് പറഞ്ഞാൽ ടാഗ് ആർക്കും കൊടുക്കരുത്. കാരണം ആ ടാഗ് ആർക്കും ബിഗ് ബോസിൽ നല്ല ജീവിതത്തിൽ ആർക്കും കൊടുക്കരുത്, ജീവിതത്തിലും ആർക്കും കൊടുക്കരുത്. കാരണം മണ്ടൻ എന്ന് പറഞ്ഞ സാധനം കുറച്ചാൾ കൂടി ഒരാൾക്ക് ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും കൂടി ഒരാൾ മണ്ടൻ ടാഗ് കൊടുത്താൽ അദ്ദേഹം എത്ര വിഷമിക്കണ്ടാവും. പിന്നെ ആ മണ്ടൻ ടാഗ് കൊടുക്കുന്ന ആള് ഇത്രയും വലിയൊരാള് ലാലേട്ടനെ പോലെ ഒരാളെടുത്താണ് ഞാൻ മണ്ടൻ ടാഗ് വാങ്ങിക്കണേ. അപ്പോൾ ആളെത്രയും ഹൈപ്പിൽ നിൽക്കുന്ന ഒരാളെടുത്താണ് ഞാൻ ആ ടാഗ് വാങ്ങിക്കണേ. മനസ്സിലായി പറഞ്ഞത്? അപ്പം അതും ശരിക്കും അത്രയും ആ കൊടുക്കാൻ പോലും അങ്ങനെ ഒരാൾ മുതിരരുത്. ആ വാങ്ങിക്കാൻ പോണ ആളും അത്രയും വിഷമത്തിലായിരിക്കും. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവരുത്, സത്യത്തിൽ ഉണ്ടാവരുത് ഇനിയും. കാരണം എൻ്റെ ഇതോടുകൂടി ഈ മണ്ടൻ ടാഗ് നിർത്തണം. കാരണം ആരും മണ്ടന്മാരല്ല, എല്ലാവരും മണ്ടന്മാരല്ല. കാരണം അവർക്ക് എല്ലാവർക്കും ബുദ്ധി ഉണ്ട്, അത് കുറഞ്ഞും കൂടിയിരിക്കും. എന്തൊക്കെയോ കഴിവുകൾ എല്ലാവർക്കും ദൈവം തന്നിട്ടുണ്ട് അല്ലേ? ഒരു ഭാഗ്യമാണ്. ഇപ്പം ഞാനിപ്പോൾ വിളിക്കാന്ന് പറഞ്ഞാൽ ഒരു നിമിത്തം. കാരണം എല്ലാവരുടെയും അവരൊക്കെ കളിച്ച ആൾക്കാരാണ്. അല്ല, നിമിത്തം മാത്രമായിരിക്കില്ല, ചിലപ്പോൾ ഇതുപോലെ മണ്ടൻ ടാഗ് കിട്ടിയവരും പുച്ഛിച്ച് തള്ളിയവർക്കും ഒക്കെ സത്യം പറഞ്ഞാൽ ഒരു മണ്ടൻ ടാഗ് കിട്ടുമ്പോൾ എന്താ കുഴപ്പമെന്നറിയോ? കുറച്ച് ബുദ്ധിയുള്ളവരുടെ ബുദ്ധി ഭയങ്കരമായിട്ട് കൂടും. കാരണം എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ മണ്ടനാക്കിയേക്കാണ്, അന്ന് കാണിച്ചു കൊടുക്കാന്നുള്ള വാശി നമുക്ക് കൂടും. ഒരു കപ്പ് കിട്ടിയ സമയത്ത് ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. അമ്മ ഇങ്ങനെ തൊഴുത് നിൽക്കുന്നുണ്ടായിരുന്നു. കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്കും വീട്ടിലുള്ള എല്ലാവർക്കും എൻ്റെ സുഹൃത്തുക്കൾ കാണുന്നവരെല്ലാവരും പറയും, അയ്യോ ആ ഒരു ഞങ്ങളിങ്ങനെ നോക്കി നിന്ന് പോയിട്ടൊരു വീഡിയോ ആണ്. അത്രയും പ്യോറായിട്ട്, അതും അമ്മ ഒരു സ്വീറ്റ്, ഒരു പാവം അമ്മ. അച്ഛനും അതെ ഇങ്ങനെ വളരെ ആകാംക്ഷയോടുകൂടി നിൽക്കുകയാണ്. ആ കപ്പങ്ങ് കിട്ടിയെന്ന് പറയുന്നത് അമ്മ അങ്ങ് പൊട്ടി കരഞ്ഞുപോയി. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അമ്മയ്ക്ക് ചെറുപ്പം മുതൽ അങ്ങനെയാണ്? നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലും അമ്മ കരയും. ആ ഒരു ഫീൽ എനിക്ക് കിട്ടിയാണ്. കുഞ്ഞിൽ ഇത്രയും ബുദ്ധിമുട്ടുള്ളപ്പോഴും എങ്ങനെയാ അമ്മ ജിൻഡോ ചേട്ടനെ ആശ്വസിപ്പിക്കുകയായിരുന്നത്? അതായത് ഇപ്പോൾ ഒരു ചില പണിക്ക് പോകണമെന്ന് പറഞ്ഞു, പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ, എന്തായിരുന്നു അമ്മ പറഞ്ഞിരുന്നത്? എങ്ങനെയായിരുന്നു ആശ്വസിപ്പിക്കുകയായിരുന്നത്? എന്തെങ്കിലുമൊക്കെ ബിറ്റ്സ് ആൻഡ് മെമ്മറീസ് ഒക്കെ ഉണ്ടാവില്ലേ അമ്മയും ജിൻഡോ ചേട്ടനും കൂടിയിട്ട് ഇരുന്ന് ഒരു വിഷമിച്ചിരിക്കുന്ന സമയത്ത്? എങ്ങനെയാണ് അമ്മ തൂണായത്? എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര പോസിറ്റീവാണ്. എല്ലാവരും അമ്മ അങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കണേ. കാരണം മക്കൾ തളർന്നു പോയാൽ എന്തെങ്കിലും പറഞ്ഞ് ഉപദേശിച്ച് അത് കയറ്റിക്കൊണ്ടുവരാനുള്ള കഴിവ് പ്രത്യേകം എൻ്റെ അമ്മയ്ക്കുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കത് അറിയില്ല. അമ്മയുടെ വയറ്റിൽ പറഞ്ഞാൽ ഞാൻ നന്ദി പറയാം. കാരണം നമ്മളങ്ങനെ ഞാൻ പണ്ട് മുതൽ കോമ്പറ്റീഷൻ ഞാനൊക്കെ ബോഡി ബിൽഡിങ് ചെയ്യുന്ന സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ചിരിക്കരുത്, 12 നേരം ഭക്ഷണം കഴിക്കാമോ? 12 നേരം 12 നേരം 10 നേരം മിനിമം ഒരു 12 നേരമൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയമുണ്ട്. അപ്പൊ അത്രയും നേരവും എനിക്കീ ചൂടൻ ഭക്ഷണം കിട്ടണം. ഉണ്ടാക്കി തരാന്ന് പറഞ്ഞാൽ ക്ഷമയുടെ അപ്പൊ നമ്മളമ്മമാരോട് എന്താ പറയാ, സ്വാതന്ത്ര്യമായിട്ട് പറയും, അമ്മ ഇത് കൊള്ളില്ലട്ടോ, നല്ല കേട്ടോ അല്ലേ നമ്മൾ പറയും. നമുക്ക് എത്ര കറി നന്നായാലും ഒരു തൈരെങ്കിലും കൊള്ളെങ്കിലും നമ്മൾ കുറ്റം പറയില്ലേ? പക്ഷെ അതൊക്കെ ഞാൻ അനുഭവിച്ചത് ബിഗ് ബോസ് ചെന്നപ്പോഴാണ്. കാരണം കറി ഒന്നും വെക്കാറാവുള്ളത്തോളം നല്ല കറികൾ വെക്കാൻ പഠിച്ച് ജാൻമണിയും പിന്നെ നമ്മുടെ അൻസിബിയും കൂടിയിട്ട് കറികൾ വെക്കാൻ നേരത്ത് ഞാനത് കണ്ട് പഠിച്ച്. കാരണം സത്യത്തിൽ അതൊക്കെ കണ്ട് പഠിച്ചെന്തിനാണെന്നറിയോ? വെറുതെ ഇരുന്ന് ഉറക്കം വരും നമുക്ക് ഉറക്കം വരും. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്തെങ്കിലുമൊക്കെ പഠിക്കാം ഇവർ ഉണ്ടാക്കണ പഠിക്കും. പഠിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കണം. പിന്നെ ഉണ്ടാക്കുമ്പോൾ നല്ലതാവാണ്. അപ്പൊ ഞാൻ ചിന്തിക്കണം പറഞ്ഞാൽ ഈ ഉണ്ടാക്കിയിട്ട് നമ്മള് ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇവിടെ വെക്കുമ്പോ 25 പേരും കഴിക്കുമല്ലോ. അപ്പൊ നമ്മള് ആലോചിക്കണമെന്നറിയോ, ഇവര് നല്ലതെന്ന് പറയൂ അല്ലേ? നമ്മുടെ ചിന്ത അതല്ലേ. അപ്പൊ ആരെങ്കിലും ഒന്ന് മോശം പറഞ്ഞാൽ നമ്മുടെ ഇത് വായിപ്പോവും. ഇവര് നല്ലതെന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ചോദിക്കണതാ, എടാ ചിക്കൻ കറി എങ്ങനെയുണ്ട്,
കേൾക്കാനുള്ളൊരു കേൾക്കാനുള്ള ക്യൂരിയോസിറ്റി. അപ്പൊ അമ്മയെ കുറെ കുറ്റം പറഞ്ഞതിനുള്ളതൊക്കെ അവിടെ പോയപ്പോ കിട്ടി. കാരണം നമുക്ക് എത്രയോ ടേസ്റ്റിൽ ഉണ്ടാക്കി തന്നാൽ പോലും നമ്മൾ പറയാ വീട്ടിലെ അമ്മമാരോട് നമ്മൾ എന്താ പറയാ, ഇത് പോരട്ടാ. ചിലപ്പോൾ പറയും നല്ലതെന്ന് പറയും, ചിലപ്പോൾ മാക്സിമം നമ്മൾ പറയാം ഇത് കുറച്ചുകൂടി നല്ലതാണ്, ഇത് മുളക് വേണം നമ്മൾ പറയില്ലേ. നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ എപ്പോഴും പറയില്ലേ, നമ്മളൊരു അമ്മയായാലാണ് നീ അത് പഠിക്കുള്ളൂ എന്ന് പറയില്ലേ, പെൺമക്കളോട് പറഞ്ഞു തരില്ലേ എന്ന് പറഞ്ഞ പോലെ ആണ് നമ്മുടെ ആ ഒരു സിറ്റുവേഷൻസിലാണ് നമ്മൾ മനസ്സിലാക്കാവുള്ളൂ. പിന്നെ അവിടേക്ക് ആ ബിഗ് ബോസ് മൊത്തം ഞാൻ അടിച്ചു വരാറുണ്ട്. ജാസ്മിനോട് പറഞ്ഞിട്ടുള്ള നീ എടുക്കാത്ത പണിയായിട്ട് ഞാൻ എടുക്കുന്ന വീഡിയോ ഉണ്ട്. അതെന്നറിയാം, ജാസ്മിൻ എപ്പോഴും അവൾ പണിയൊക്കെ എടുക്കും, എപ്പോഴും 5 മിനിറ്റ് ആ ടൈം എപ്പോഴും അവൾക്ക് 5 മിനിറ്റ് തന്നെ, എപ്പോഴും 5 മിനിറ്റ്. പക്ഷെ നല്ല അവള് പണിയൊക്കെ എടുക്കും കേട്ടോ. അവസാനം നല്ലതായിട്ട് നന്നായിട്ട് പണി വർക്കൊക്കെ ചെയ്യുന്നു. അവൾക്കും എന്താ പറയാ, ഒരു തുടക്കം മുതല് അവള് ഫസ്റ്റ് നമ്മൾ കയറി വന്നപ്പോ ഇല്ലേ, ഞങ്ങൾക്ക് ഒരു ക്യാപ്റ്റൻസിയുടെ ടാസ്ക് ഉണ്ടായിരുന്നു. നന്നായിട്ട് ഫയർ ചെയ്ത് കളിച്ച കുട്ടിയാണ്. അപ്പൊ എനിക്ക് ഈ ബിഗ് ബോസ് കയറിയപ്പോ തന്നെ എനിക്കൊരു ആൾക്കാർ പറയായിരുന്നു ഇങ്ങനെ, ലേഡീസ് ആരൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ അവർ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം. കാരണം അവർ കയറി വരും, പെൺകുട്ടികൾ കയറി വരും. അപ്പൊ ഞാൻ അവളുടെ കണ്ണിൽ കണ്ടിട്ടുണ്ട് ഞാൻ ഫയർ, മനസ്സിലായി. അന്ന് അടിയും വാശിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് ഞാൻ എന്റെ ലിസ്റ്റിലുള്ള ഒരാളെ അവളെ ഞാൻ പെടുത്തിയായിരുന്നു ടാർഗറ്റ് ചെയ്യാനായിട്ട്, സ്ട്രോങ് ഒപ്പോണന്റ് നിർത്തിയാണ്. അപ്പൊ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് അവൾ എന്ത് ചെയ്താലും ഞാൻ തിരിച്ചടിക്കും. പക്ഷെ ലാസ്റ്റിലോട്ട് അത് ജിൻഡോ ജാസ്മിൻ കോംബോ ഭയങ്കര അതെന്താണെന്നറിയോ, അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ട് വരെ ഇറങ്ങി, ഗബ്രി പോയി കഴിഞ്ഞപ്പനെ ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ ഭയങ്കര ഡൗൺ ആയ പോലെ ഫീൽ ചെയ്തു, എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ നോക്കിയപ്പോ നമ്മുടെ ശത്രുക്കൾ താഴെ വീണ് കിടക്കുമ്പോഴല്ല നമ്മൾ അടിക്കുക, ഉറപ്പായിട്ടും നമ്മുടെ എൻ്റെ ഒരു ക്ലാസ് അല്ല അത്. അപ്പൊ ഞാൻ അവളെ വിളിച്ചിരുത്തി ഉപദേശിച്ച്, എടി നീ ഇങ്ങനെ ആവല്ലേ, നീ നല്ല ഗെയിമറാണ്, നീ അത് ഉയർന്നു വാ, ടോപ്പ് 5 എൻ്റെ ആളാണ്, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ. അവൾ അക്സെപ്റ്റ് ചെയ്തു. അവളും അപ്പോഴും ചെറുതായിട്ട് തിരിച്ചു പറയും, അത് അവളുടെ ക്യാരക്ടർ. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ അങ്ങനെ പറഞ്ഞു, ഇപ്പൊ അതിന് ശേഷമാണ് അവള് ഡൗൺ ആയെന്ന്. ഓക്കെ, ഇപ്പൊ ഒരാളായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആവുന്നത് അവരുടെ മാത്രം തീരുമാനമല്ലേ, അല്ലാതെ അവിടെ ആരും പറഞ്ഞിട്ടില്ലല്ലോ നീ ഇന്ന ആളായിട്ട് അറ്റാച്ച്ഡ് ആവും, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച്, അങ്ങനെ ആരെങ്കിലും പറഞ്ഞു? ഇല്ല, അതൊക്കെ ഓരോരുത്തരുടെ ലൈക്ക് അവള് ചൂസ് ചെയ്തതാണ് അങ്ങനെ ആവുന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് അവള് ഡൗൺ ആയത്. അപ്പൊ പുള്ളിക്കാരുടെ മാത്രം തീരുമാനത്തിന്റെ പുറത്താണല്ലോ ആ ഒരു ഡൗൺ വന്നത്. പക്ഷെ അപ്പോഴും ഒരു കോ ഗെയിമർ എന്നുള്ള നിലയിൽ ഒരു സപ്പോർട്ട് നമ്മുടെ കുടുംബത്തില്, എൻ്റെ ഒരു ഇതാണ്, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ആര് ഡൗൺ ആയാലും ആ കുടുംബത്തിലുള്ളവരാണ് അവര് കൂട്ടാൻ പറ്റുള്ളൂ. ഇപ്പൊ ജാസ്മിൻ ഡൗൺ ആയപ്പോ ഞാൻ ചിന്തിച്ചെന്താ, എന്റെ കുടുംബത്തില് ബിഗ് ബോസ് ഹൗസിലുള്ള ഒരാളാണ്, അവളങ്ങനെ ഡൗൺ ആവാൻ പാടില്ല. കപ്പായിട്ട് ചെന്നപ്പോ അമ്മയുടെ റിയാക്ഷൻ എന്തായിരുന്നു? എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അതാന്ന് തോന്നുന്നു. അമ്മ എന്താ പറഞ്ഞത്? അമ്മയും അച്ഛനും വളരെയധികം വിഷമിച്ചിരുന്നിരുന്നു. എന്തായിരുന്നു അവിടെ ഒരു റിയാക്ഷൻ? എന്താ അമ്മ പറഞ്ഞത്? അമ്മ ഭയങ്കര കരച്ചിലായിരുന്നു. പറഞ്ഞില്ല, കാരണം അമ്മ എയർപോർട്ടിലാണ് ആദ്യം വന്നത്. പക്ഷെ അമ്മ എയർപോർട്ടിൽ വന്നിട്ട് പറഞ്ഞാൽ അറിയാലോ അത്രയും ജനായിരുന്നു. ഞാൻ പിന്നെ അമ്മേനെ നോക്കണം എന്ന് പറഞ്ഞു. കാരണം ഞാൻ മാക്സിമം അമ്മേനെ കൊണ്ടുവരണം. അവിടെ വെച്ചിട്ട് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് വിളിച്ച് പറഞ്ഞു വെച്ചാൽ, മോനെ വാ, മോനോട് ഇരിക്കണം. സമയം ചെലവഴിക്കാൻ പറ്റുണ്ടോ? അതായത് ഭയങ്കര തിരക്കാണ്, പുറത്തു പോയി കഴിഞ്ഞാൽ പറ്റില്ല. പക്ഷെ കോളേയും സംസാരിക്കും, കൂടെ ഇരിക്കാൻ പറ്റില്ല. അന്ന് ഒരു ദിവസം നമുക്ക് മാത്രം നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ, പിന്നെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ജിൻഡോ ചേട്ടൻ ഒരു കുഞ്ഞു എന്നുള്ള നിലയിൽ കഷ്ടപ്പെട്ട ആ ഒരു ഡേയ്സ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോ അമ്മ ഭയങ്കര കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? പിന്നെ തീർച്ചയായിട്ടും അഭിമാനം, എന്റെ മോനാ ജിൻഡോ എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റെപ്പായിട്ട് മലന്ന് കിടക്കുന്ന കുട്ടി കമന്ന അവസ്ഥ എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് നമ്മുടെ ചിന്തകൾ. ആ കുട്ടി എണീറ്റ് നിൽക്കുമ്പോഴും മുട്ടുത്തുമ്പോഴും നടക്കുമ്പോഴും ഓരോ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പല മേഖലകളിലും കടന്നു പോകുന്ന ആൾക്കാരാണ് അല്ലേ. അവർക്കൊരു കുഞ്ഞി പ്രായം ഉണ്ടാവും, അവർ കുറച്ച് വലുതായി നിൽക്കുന്ന പ്രായം ഉണ്ടാവും, ഒരു ടീനേജ് പ്രായം ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഒരു ഭാര്യ ആവണ പ്രായം ഉണ്ടാവും, ഒരു അമ്മയാവണ പ്രായം ഉണ്ടാവും, ഒരു മുത്തശ്ശി ആവണ പ്രായം ഉണ്ടാവും. ഈ പെൺകുട്ടികൾക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. പല ടൈപ്പ് പ്രായത്തിലൂടെ അവർ കടന്നു പോകും അല്ലേ. ഞാൻ ശരിക്കും പറഞ്ഞാൽ അവരെ റെസ്പെക്ട് ചെയ്യണം. ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്. കാരണം ഇതുവരെ ഞാൻ പെണ്ണിനെ കൈയെടുത്ത് അടിച്ചിട്ടില്ല. ഞാൻ എൻ്റെ എക്സ് വൈഫിനെ പോലും കൈയെടുത്ത് അടിച്ചിട്ടില്ല. കാരണം എനിക്ക് അങ്ങനെ എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. കാരണം നമ്മളങ്ങനെ പഠിച്ച് എന്തോ ഇതുവരെ ചെയ്തിട്ടില്ല.
അതെ, ഒരു സ്ത്രീയെ തല്ലിയിട്ടല്ല ആണത്തം കാണിക്കേണ്ടെന്നുള്ള ഭയങ്കര ഫേമസ് ആയിട്ട് എല്ലാവരും പറയുന്ന കാര്യം. അതെ, ശരിയാണ്. ജാസ്മിൻ തന്നെ ജയിലിൽ വെച്ചിട്ട് ചാടി എന്നെ അടിച്ച് കൈക്കിട്ട് അടിയെന്ന്. ഞാൻ ചിന്തിച്ചെന്താ, അപ്പോഴാണെങ്കിൽ എനിക്ക് പറയാം എനിക്ക് ചാടി കംപ്ലൈൻറ്റ് കൊടുക്കാം, കാര്യങ്ങൾ കൊടുക്കാം. ഞാൻ നോക്കിയപ്പോൾ ചിരിച്ചിട്ട് അവിടെ കിടന്നു ഞാൻ. കാരണം നമുക്ക് അടി അടിച്ചപ്പോൾ കുറച്ച് വേദന എടുത്തുള്ളൂ, പക്ഷെ അത് പോട്ടെ. പോട്ടെ. പക്ഷെ ആ ക്ഷമിച്ചു കൊടുത്തതിന് ഇപ്പൊ കിട്ടിയില്ല. അപ്പൊ ഒറിജിനൽ റിവാർഡ് ഇവിടെ ഇരിപ്പുണ്ട് നമുക്ക്. സത്യം. അപ്പോൾ ഇത്രയും നേരം ഇത്രയും ജെനുവിനായിട്ട് ഇത്രയും നിഷ്കളങ്കമായിട്ട് നമ്മുടെ കൂടെ ഇത്രയും ഇമോഷണൽ ആയിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇരുന്ന് ഷെയർ ചെയ്തു. ഭയങ്കര സന്തോഷം. അപ്പോൾ കുറേ വിശേഷങ്ങൾ നമ്മൾ കേട്ടു. ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് ഉള്ളത്? എവിടെയും ജിൻഡോ ചേട്ടൻ പറഞ്ഞിട്ടില്ല എന്നാണ്, എവിടെയും ആരും സംസാരിച്ച് കേട്ടില്ല. എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്? പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നുമില്ല സത്യം പറഞ്ഞാൽ. അപ്പം ഇനിയിപ്പോൾ ഐഡിയ സ്റ്റാർ സിംഗിൾ ഗസ്റ്റ് ആയിട്ട് ചെല്ലാൻ പോകുന്നുണ്ട്. അതിനകത്ത് പോകുന്നുണ്ട്. അടുത്ത് പിന്നെ ഏഷ്യാനെറ്റിന് തന്നെ ദുബായിൽ പ്രോഗ്രാം ഉണ്ട്, അതിന് പോകാൻ പോണം. പിന്നെ സ്റ്റേജ് ഷോ ആണോ എന്താണെന്നറിയില്ല എനിക്ക് ക്ലിയർ ആയിട്ട്. അപ്പോൾ ദുബായിലോട്ട് ചേട്ടൻ വരുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഇപ്പം നമുക്ക് ഏറ്റവും വലിയ സർപ്രൈസ് ആണ് ഇപ്പം നമുക്ക് കാരണം ഞാൻ ഇത്രയും നാളും മോഹിച്ചൊരു സാധനം, അതും ബാധിക്ക പ്രൊഡക്ഷനിൽ നമുക്ക് കിട്ടാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഇത്രയും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയിൽ ഏറ്റവും അത്യാവശ്യം നല്ല തലപ്പത്ത് നിൽക്കുന്ന ഒരാളുടെ അടുത്ത് തന്നെ നമുക്ക് അത് കിട്ടിയിരിക്കുന്നത്. അപ്പം അത് നിങ്ങൾ ചിന്തിക്കുക, ജനങ്ങളാണ് വോട്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ വന്ന് ഇരുന്ന് വിജയിപ്പിച്ചത്. അതിൻ്റെ ഒരു വിശ്വാസത്തിലാണ് ബാധിക്ക നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ അത് ജനങ്ങൾ തന്നെ ഏറ്റെടുക്കണം ഇതിൻ്റെ ബാധ്യതകൾ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ അഭിനയിപ്പിച്ച് ഇനി അഭിനയം അറിയില്ല, അഭിനയം പഠിപ്പിക്കാൻ ലാലേട്ടൻ്റെ അടുത്ത് തന്നെ പോകണം. ലാലേട്ടൻ പഠിപ്പിച്ചു തരും. ഞാൻ ലാലേട്ടൻ്റെ അടുത്ത് പോകണം. ലാലേട്ടൻ്റെ അടുത്ത് പോയി അഭിനയം പഠിക്കണം. അഭിനയം പഠിച്ചിട്ട് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഷ്യാനെറ്റാണ്. കാരണം ഏഷ്യാനെറ്റ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ എന്നെ കയറ്റി, ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ കയറ്റി എനിക്ക് ഇത്ര ഒരു എന്താ പറയുമ്പോൾ നമ്മുടെ ചങ്കിടിപ്പോൾ 3 മാസം കൊണ്ട് ഞാൻ പോയ ഒരാളല്ല തിരിച്ചു വന്നപ്പോൾ. അത് എന്താ ഒരു നിമിത്തമായിരിക്കും, അല്ലെങ്കിൽ ദൈവം ഞാൻ അല്ലെങ്കിൽ എൻ്റെ കാരണന്മാരുടെ ഗുരുത്തായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ചെയ്ത നന്മയ്ക്ക് എന്താണെന്നറിയില്ല. നല്ല മനസ്സും കൂടെ എന്നെ ഈ ഒരു സിറ്റുവേഷനിൽ കൊണ്ട് ഇരുത്താന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല സത്യം. അപ്പോൾ അതിനും കൂടുതൽ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട്, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് ആ പ്ലാറ്റ്ഫോമിനോട്, ജനങ്ങളോട്, എല്ലാവരോടും എന്നെ ഹെൽപ്പ്. ജനങ്ങളോട് എന്താണ് ജിൻഡോ ചേട്ടൻ്റെ വക അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഇതുപോലെ നല്ലത് സംഭവിക്കാൻ എന്താണ് ഒരു കാര്യം പറയാനുള്ളത്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ പരിശ്രമിച്ചാൽ കിട്ടാത്തൊന്നുമില്ല. നമ്മുടെ പരിശ്രമം പല ആൾക്കാരും നമ്മളെ അടിച്ചമർത്തും. ഈ അടിച്ചമർത്തുന്നവരുടെയും ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അവർക്കും അത് നേടാനാണ്. അവർ നേടും, പക്ഷെ നമുക്കും നേടാൻ പാടായില്ല, നമുക്കും നേടാം. അത് നമ്മുടെ ബോധം നമുക്കുണ്ടാവും. കാരണം അവർ പറയുന്നത് അവർക്ക് നേടാനാണ്, നമ്മളും ഫൈറ്റ് ചെയ്യേണ്ടത് നമുക്ക് നേടാനാണ്. കാരണം നമ്മുടെ തോൽവി എന്ന് പറഞ്ഞ സാധനം എപ്പോഴും ജയത്തിൻ്റെ മുന്നോടിയാണ്. അത് നമ്മൾ ജയിച്ച് കയറുന്ന മാത്രം നമ്മുടെ ഈ ഒരു സ്റ്റെപ്പിൽ നിൽക്കുമ്പോൾ ആ സ്റ്റെപ്പിന് താഴേക്ക് പോകാണ്ട് നമ്മൾ നോക്കുക. പല പ്രശ്നങ്ങൾ വരുന്നതും അത് ഹോൾഡ് ചെയ്ത് നിർത്താം. അവിടെ നിന്ന് താഴേക്ക് പണ്ട് നോക്കിയിട്ട് മാക്സിമം താഴേക്ക് പോരുത്. എത്ര ഇത് വന്നാൽ പോലും നമ്മുടെ മൈൻഡിനെ പിടിച്ച് നിർത്തണം. പിടിച്ച് നിർത്തി ഈ ലെവലിൽ നിർത്തിയിട്ട് പിന്നെ അതിനെ സ്റ്റെപ്പായിട്ട് ഉയർത്തിയാൽ മതി. നമ്മൾ പോവും, മേളിലേക്ക് പോവും. ആ പോണ പോക്കിൽ നമ്മൾക്ക് ആരും തടയാൻ പറ്റില്ല. നിങ്ങൾ എൻ്റെ മനസ്സിൽ നിന്ന് തന്നെ സാധനം അത്. എല്ലാ പ്ലാൻസും വിചാരിച്ച പോലെ തന്നെ നടക്കട്ടെ. അപ്പോൾ ഇനിയും വലിയ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരട്ടെ. അപ്പോൾ ഈഗോ ഉറപ്പായിട്ടും പൊന്നായിരിക്കും. അപ്പോൾ ഈഗോ ടോക്സിൽ ഒരു ഈഗോ ഇല്ലാത്ത ഒരാളാണ് ഇന്ന് നമുക്ക് കിട്ടിയത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. എനിക്ക് തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജി അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരുപാട് താങ്ക് യു. ബൈ.